Hi friends, welcome to Work at Home YouTube channel. ഇവിടെ കാണാൻ സാധിക്കും ക്രിയേറ്റീവ് വീഡിയോ എഡിറ്റർ നീഡഡ് 7 എന്ന് പറഞ്ഞ് 7 പേരെയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ജോബ്സിൽ എൻ്റെ പ്രൊഫൈൽ അതായത് ഓരോരുത്തരുടെ നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് മൈ ഫീഡ് ഉണ്ട്. മൈ ഫീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ടാഗും ഇതെല്ലാം കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് വരുന്നതാണ്. അപ്പോൾ തൊട്ടിപ്പുറത്തെ ടാബ് എന്ന് പറയുന്നത് ബെസ്റ്റ് മാച്ചസ്, നമ്മുടെ പ്രൊഫൈലിനെ അനുസരിച്ച് കൊണ്ടിട്ടുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ബെസ്റ്റ് മാച്ച് അതാണ് ഇവിടെ കൊടുക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് ജോബ് ഈസ് വെരി അപ്രോപ്രിയേറ്റ് ടു അവർ ടാലൻറ്റ്, അവർ എക്സ്പെർട്ടൈസ്. We need to research that. We need to take time and focus. After reading all of the job description, then we decide whether we have to send a proposal or not. നമുക്ക് എല്ലാതും വാരി വലിച്ച് അയക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ ഒരു 2 മണിക്കൂർ മുൻപ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ആശയമാണ് ഒരു വീഡിയോ എടുക്കാം, പ്രപ്പോസൽ എങ്ങനെ അയക്കാം എന്നുള്ളത്. അപ്പോൾ ക്രിയേറ്റീവ് വീഡിയോ എഡിറ്റർ നീഡഡ് 7 പേരിനെയാണ് ഉദ്ദേശിക്കുന്നത്, 7 ഫ്രീലാൻസേഴ്സിനെ. അപ്പോൾ ഇത് മൊത്തം ഞാൻ വായിച്ചു നോക്കുകയാണ്, ടൈം എടുത്തിട്ട് തന്നെ വായിച്ചു നോക്കി എന്താണ് അവരവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ എഡിറ്ററിനെയാണ് അവർ നോക്കുന്നത്. കൂടുതലും അവർ ഏത് സോഫ്റ്റ്വെയറൊക്കെയാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചേക്കണത്. അപ്പോൾ ഇവിടെ ക്യാപ് കട്ട് ചോദിച്ചിട്ടുണ്ട്. ആ ക്യാപ് കട്ട് ഞാൻ പരിചയമില്ല. ഇവിടെ എനിക്ക് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള 2 സോഫ്റ്റ്വെയറാണ് ഫിലിമോറിയും ക്യാൻവി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് അവരെന്താണ് ചോദിച്ചതെന്ന് ഞാൻ നോക്കിയപ്പോൾ അവർ AI ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഏരിയ ആണ്. വളരെയധികം അതിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് AI വീഡിയോ ക്രിയേഷൻ, ഇമേജ് ജനറേഷൻ, അവതാർ മേക്കിംഗ്, പിന്നെ വോയിസ് ഓവർ എടുക്കുന്നത്, വോയിസ് ഓവർ ടേക്കിംഗ്. ഇതൊക്കെ AIയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയാസാണ്. അപ്പോൾ അത് തന്നെയാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് സ്പീഡ് എനിക്കിപ്പോൾ ഓൾറെഡി 80 Mbps ആണ് സ്പീഡ്. 1000 GB ഉണ്ട് ഡാറ്റ. അത് 80 Mbps എന്നുള്ളത് 160 Mbps ആവും. അപ്പോൾ നമുക്കിവിടെ ഇൻ്റർനെറ്റ് സ്പീഡ്, ടെസ്റ്റ് ഇൻ്റർനെറ്റ് സ്പീഡ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാം. കണ്ടോ, എൻ്റെ ഡൗൺലോഡ് സ്പീഡ് ഇപ്പോൾ സമയം 11:30 ആ സമയത്ത് തന്നെ ഇവിടെ 80 MB കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അപ്ലോഡ് സ്പീഡും ഓൾമോസ്റ്റ് ഇത് തന്നെയാണ്, 82 MB കാണിക്കുന്നുണ്ട്. അപ്ലോഡ് സ്പീഡും ഏകദേശം 54. അപ്പോൾ നെക്സ്റ്റ് ടൈം ഈവൻ ക്ലയൻറ്റ് ഇഫ് ദേ റിക്വയർ ഐ ക്യാൻ അപ്ഗ്രേഡ് ഇൻ ടു ദിസ് ഡബിൾ സ്പീഡ്. ഇപ്പോൾ ഒരു ഓഫർ വരുന്നുണ്ട്, കേരള വിഷനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കേരള വിഷൻ ഓഫർ ഉണ്ട്, 1 കൊല്ലത്തേക്കുള്ള പൈസ അടച്ചു കഴിഞ്ഞാൽ ഈ 80 Mbps സ്പീഡ് എന്നുള്ളത് 160 Mbps സ്പീഡാവും. അപ്പോൾ അത് വിച്ച് ഈസ് ഗുഡ് ഫോർ എ ക്ലയൻറ്റ് ടു അപ്ലോഡ് ആൻഡ് ഡൗൺലോഡ് ദ മെറ്റീരിയൽസ്. അപ്പോൾ അതും നല്ലൊരു അനുകൂലമായിട്ടുള്ളൊരു ഘടകമായതുകൊണ്ടാണ് ഞാനിത് അയക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഇവിടെ പിന്നെ നോക്കിയപ്പോൾ ക്ലയൻറ്റ് സൂപ്പർ ക്ലയൻറ്റാണ്, അമേരിക്കയിൽ നിന്നുള്ള ക്ലയൻറ്റാണ്. അതേപോലെ തന്നെ $57,000 ഓൾറെഡി അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആവറേജ് അവർലി റേറ്റ് പെയ്ഡ് എന്ന് പറയുന്നത് $3 മാത്രമാണ്. അപ്പോൾ അതൊരു ക്വാളിറ്റി കുറവാണെങ്കിലും കൂടി നമുക്ക് ഞാനൊക്കെ എൻ്റെ റേറ്റ് ഇട്ടിട്ടുള്ള 1 മണിക്കൂറിന് $22. പല വർക്കുകളും അതിന് കിട്ടാറുണ്ട്, $20, $22 കിട്ടാറുണ്ട്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ അതാണ് എൻ്റെ പ്രത്യേകത. ഒരു $5 വെച്ച് ഒരു ദിവസം ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഒരു മാസം $600-700 ഉണ്ടാക്കാനുള്ളൊരു വഴിയുണ്ട്. ഒരു ദിവസം 4 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഒരു $5 വെച്ചിട്ട് ഇടാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ശരിക്കും നമ്മുടെ ഒരു എഡിറ്റിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ $15, $20 കൊടുക്കാം. പക്ഷെ ഇവിടെ ആവറേജ് അവർലി റേറ്റ് അവർ കൊടുത്തിട്ടുള്ളത്, അവർ നോർമലി എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് $3 അപ്പോൾ പിന്നെ ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് അപ്ലൈ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനത് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും മുൻപൊക്കെ ഞാൻ പറഞ്ഞില്ലേ, മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെയധികം ടൈം എടുത്തിട്ടാണ് പ്രപ്പോസൽ അയക്കാൻ പറ്റുക. പക്ഷേ ഇപ്പോൾ വളരെ ഈസിയാണ്, അത് ഞാൻ കാണിച്ചു തരാം. ChatGPT ഉണ്ടല്ലോ. അപ്പോൾ ഈ ക്രിയേറ്റീവ് വീഡിയോ എഡിറ്റർ എന്നുള്ള ഇത് മൊത്തത്തിൽ ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്യണം. ഫുൾ അങ്ങോട്ട് കോപ്പി ചെയ്തു.
എന്നിട്ട് ChatGPT വന്നു. നമ്മുടെ ChatGPTയിൽ വന്നിട്ട് ChatGPT ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് 3.5 ആണ്. ഞാൻ മുൻപ് പേ ചെയ്യാറുണ്ട്. അപ്പോൾ 4ഉം 4.0 ഒക്കെയാണ് യൂസ് ചെയ്യാറ്. കഴിഞ്ഞ മാസം ഞാൻ പൈസ അടച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഡൗൺഗ്രേഡായി 3.5 ആണ് നിൽക്കുന്നത്. പക്ഷേ വിച്ച് ഈസ് ഗുഡ്. നമുക്ക് 3.5 ആണെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കും. അപ്പോൾ ഞാൻ യൂട്യൂബ് വീഡിയോ പ്രൊഡക്ഷനൊക്കെ അതിൻ്റെ സ്ക്രിപ്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് ChatGPT വഴിയാണ്. അപ്പോൾ ഇവിടെ ഈ പ്രപ്പോസൽ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ മൊത്തത്തിൽ ആ ഡിസ്ക്രിപ്ഷൻ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. എന്നിട്ട് ഞാൻ അവിടെ അടിച്ചു കൊടുക്കുന്നു, റൈറ്റ് എ ജോബ് പ്രപ്പോസൽ ബേസ്ഡ് ഓൺ എബവ് job description in Upwork. Write a unique and attractive short job proposal. ഓക്കെ, ഇങ്ങനെ അടിച്ചിട്ട് നമ്മളൊന്ന് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മാജിക്ക് കാണാം. പ്രപ്പോസൽ ക്രിയേറ്റീവ് വീഡിയോ എഡിറ്റർ ഫോർ യൂട്യൂബ് ഷോർട്സ് അതുവരെ വന്നു. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഷോർട്ടാണ് പറഞ്ഞേക്കണേ. ഷോർട്ട് ആൻഡ് സിമ്പിൾ എന്ന് പറഞ്ഞിട്ടില്ല, സിമ്പിൾ എന്ന് പറഞ്ഞ് ഒന്നും കൂടിയും സിമ്പിളാകും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ചെയ്യുക. നമ്മുടെ എക്സ്പീരിയൻസ് അതൊന്നും അവിടെ നോക്കില്ല, അത് നമുക്ക് പിന്നെ കൊടുക്കാം. നമുക്കത് വേണമെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയും കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ കൂടി എഴുതും. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്താണോ പറഞ്ഞേക്കണം അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രപ്പോസലാണ് ഇപ്പോൾ ChatGPT നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നേക്കണം. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് അവർ വായിച്ചു നോക്കിയിട്ട് ഇതിൽ ചില കസ്റ്റമൈസേഷൻ ചെയ്യണം. അതായത് നമ്മുടെ ലിങ്കുകളും നമ്മുടെ വെബ്സൈറ്റുകളും എന്തൊക്കെയാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത് അതൊന്നും ഇതിലൊന്ന് മാറ്റം വരുത്തണം. അപ്പം ഞാൻ ഇവനെ അങ്ങോട്ട് എടുത്തിട്ട് വേറൊരു നോട്ട് പാഡിലേക്ക് ഇടുകയാണ്. അപ്പോൾ പ്രിഫേർഡ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അവർ അവിടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, CapCut പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ChatGPT എഴുതിയേക്കാണ് ഐ എം പ്രൊഫിഷ്യൻ ഇൻ യൂസിങ് CapCut വിച്ച് ഈസ് റോങ്. അപ്പോൾ ഞാൻ CapCut അറിയില്ല. അപ്പോൾ CapCut അവിടെ വേണ്ട, നേരെ മറിച്ച് ഫിൽമോറ മാത്രം മതി. ഐ എം പ്രൊഫിഷ്യൻ യൂസിങ് ഫിൽമോറ ആൻഡ് ക്യാൻവ, അത് രണ്ടും മതി. മൈ പ്രിഫേർഡ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഈസ് Adobe Premiere which I find most effective for professional and dynamic video editing. അത് ഇവിടെ ഒരു റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലാന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഇവിടേക്ക് വേണ്ടത് അവർക്ക് എന്താണോ ചോദിച്ചേക്കണത് അതിനെ സഹായിക്കുന്ന രീതിയിൽ നമുക്കെന്തെങ്കിലും കഴിവുകളുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, അതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഐ എം പ്രൊഫിഷ്യൻ യൂസിങ് ഫിൽമോറ ആൻഡ് ക്യാൻവ. പിന്നെ AI ടൂൾസ് പ്രൊഫിഷ്യൻസി അതിവിടെ എഴുതിയിട്ടുണ്ട്. ഐ എം വെൽ വേഴ്സ്ഡ് ഇൻ യൂസിങ് വേരിയസ് AI ടൂൾസ് ഫോർ വീഡിയോ ആൻഡ് ഇമേജ് ജനറേഷൻ. ഐ റെഗുലർലി യൂസ് ടൂൾസ് ലൈക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ ഒന്ന് റൺവേ, ഓക്കെ, പിന്നെ അതേപോലെ ക്രിയേറ്റിഫൈ ഫോർ ടെക്സ്റ്റ് വീഡിയോ ആൻഡ് വീഡിയോ ടു വീഡിയോ ട്രാൻസ്ഫോർമേഷൻ. ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് അതല്ല. പിന്നെ പല സോഫ്റ്റ്വെയറുകളുണ്ട്, പക്ഷെ അതൊരു പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്ന ഈ ടൂൾസുകളാണ്, AI ടൂൾസുകളാണ്. അതുകൊണ്ടാണ് അത് ഞാൻ എഴുതിയിട്ടുള്ളത്. ഫോർ ഇമേജ് ജനറേഷൻ ഐ എക്സൽ ഇൻ യൂസിങ് മിഡ്ജേണി ആൻഡ് ഡാലി അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, മിഡ്ജേണിയും പ്ലസ് ലീനാർഡോ AI ആണ്. അതേപോലെ തന്നെ വോയിസ് ഓവറിന് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ 11 labs ആൻഡ് ക്രിയേറ്റ് സ്റ്റുഡിയോ പ്രോ. ഈ രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്ന. ഓൾസോ ഐ ക്യാൻ ജനറേറ്റ് ഓഡിയോ ഫ്രം ഫിൽമോറ. അപ്പോൾ ഇത്രയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ AI ടൂൾസിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഓക്കെ, അവൈലബിലിറ്റി എഴുതുന്നു. ഡൗൺലോഡ് സ്പീഡ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ കാണിക്കാൻ സാധിക്കും വിത്ത് ഡൗൺലോഡ് സ്പീഡ് ഓഫ് 80 Mbps എഴുതാം. അപ് ടു അതും കൂടി എഴുതണം.
up to 160 Mbps upgradable. If selected for this project, I can dedicate up to 30 hours per week. അപ്പോൾ 30 hours per weekന് പകരം വേണമെങ്കിൽ 4 to 5 hours per day എന്ന് എഴുതാം. അതായിരിക്കും കൂടുതലും നല്ലത്. To ensure timely and high quality deliveries, these hours can be flexible, spread from Monday to Friday, and I am also available to work on weekends if needed. ഇതൊക്കെ അവർ ചോദിച്ചിട്ടുള്ളതാണ്. അവർ പറ്റുമെന്ന് ചോദിച്ചു, ആ വീക്കെൻഡിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു, വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാസ്റ്റ് വർക്ക്, പ്ലീസ് ഫൈൻഡ് മൈ പോർട്ട്ഫോളിയോ ഷോക്കേസിംഗ് മൈ റീസെൻറ്റ് യൂട്യൂബ് ഷോർട്സ് ആൻഡ് അതർ വീഡിയോ എഡിറ്റിംഗ് പ്രൊജക്ട്സ് ഹിയർ. അപ്പോൾ അത് എഴുതണം. മൈ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് workfreelancer.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഉണ്ട്, എനിക്കുണ്ട് ഉണ്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് എന്തൊക്കെയുണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നു അതൊക്കെ നമ്മൾ കൊടുക്കുക തന്നെ വേണം. വർക്ക് ഫ്രീലാൻസർ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഇത് ഞാൻ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തേക്കണത്. അപ്പോൾ നമ്മൾ എൻ്റെ വർക്കുകളും എല്ലാതും അതിൽ കയറ്റിയിടുന്നു ഉണ്ടോ. അപ്പോൾ വീഡിയോസ് നോക്കുകയാണെങ്കിൽ വീഡിയോസിൻ്റെ ഒരു സെക്ഷൻ നേരെ ലിങ്ക് പോകുന്നത് എൻ്റെ പോർട്ട്ഫോളിയോ യൂട്യൂബ് ചാനലിലേക്കാണ്. അപ്പോൾ അതിൽ ഒരുപാട് വർക്കുകളുണ്ട്. കുറേ വർക്കുകൾ വേറൊരു സൈറ്റിലാണ്, ഡെയിലി മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ സൈറ്റിലാണ്. ഇവിടെ കുറേ വർക്കുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ വർക്കുകളുണ്ടോ അതൊക്കെ ഇതിലേക്ക് പോർട്ട്ഫോളിയോയിലേക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോർട്ട്ഫോളിയോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറേ കാണാൻ സാധിക്കും. പക്ഷേ ഇതിന് പുറമേ അവർ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. നമ്മൾ വെറുതെ നമ്മുടെ പോർട്ട്ഫോളിയോ സൈറ്റ് ഇട്ട് കൊടുത്തോണ്ടായില്ല. അതായത് ഇപ്പോൾ അവർ ഈ ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള ലിങ്കുകൾ, നമ്മൾ ചെയ്തിട്ടുള്ള പാസ്റ്റ് വർക്കുകൾ അത് റെലവൻ്റ് ആയിട്ടുള്ള വേണം. പണ്ടെങ്ങോ ചെയ്തിട്ടുള്ളതല്ല വേണ്ടത്. എനിക്ക് പറ്റിയൊരു അബദ്ധം അവിടെയായിരുന്നു. മുൻപ് ചെയ്ത വർക്കുകൾ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് ഈ കറൻറ്റ് അഫയേഴ്സിനെ സംബന്ധിച്ച് വളരെ റീസെൻ്റ് ആയിട്ടുള്ള വർക്കുകൾ അതിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതി കൊടുക്കുകയാണെങ്കിൽ ക്ലയൻറ്റ് വിൽ ബി ഇംപ്രസ്ഡ്. അവർക്കറിയാം ഹി ഈസ് കാപ്പബിൾ ടു ഡു ദിസ് വർക്ക് ബിക്കോസ് ഹി ഹാസ് ഡൺ ഓൾ ദിസ് സ്റ്റഫ് റൈറ്റ് നൗ. പിന്നെ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐ ഡി ഒന്നും കൊടുക്കാൻ പാടില്ല. പക്ഷേ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് അവിടെ ഇടാം. പോർട്ട്ഫോളിയോ വെബ്സൈറ്റിലും നമ്മുടെ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷേ അങ്ങനെ കൊടുക്കാറുണ്ട്, അവർ ചോദിച്ച കാരണം കൊടുക്കുന്നു. പക്ഷേ മറ്റുള്ള കോണ്ടാക്റ്റ് ഇൻഫർമേഷൻസൊക്കെ കൊടുക്കുന്നത് അപ്വർക്കിൻ്റെ ആ ഒരു ഇതിന് എതിരാണ്, നിയമത്തിന് എതിരാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഡീബാറൊക്കെ ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ അതൊന്നും ചെയ്യരുത്. വേണമെങ്കിൽ നമുക്ക് പോർട്ട്ഫോളിയോ, ഇപ്പോൾ അപ്വർക്കിലത്തെ പോർട്ട്ഫോളിയോ ലിങ്ക് ഇട്ട് കൊടുക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഞാൻ അപ്വർക്ക് ഉണ്ടോ, എൻ്റെ പോർട്ട്ഫോളിയോ ലിങ്ക് എനിക്കിട്ട് കൊടുക്കാം. ഇവിടെ പോർട്ട്ഫോളിയോയിൽ പോവുകയാണെങ്കിൽ ഈ ഷെയർ ലിങ്ക്, ഈ ലിങ്ക് എടുക്കുക. അപ്വർക്കിലത്തെ തന്നെ പോർട്ട്ഫോളിയോ ലിങ്കാണ്. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്യുക. ഇതിവിടെ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ അപ്ലൈ നാവ് എന്നുള്ളതിൽ കൊടുക്കുക. അപ്ലൈ നാവ് കൊടുത്തു കഴിയുമ്പോൾ ഐ എം എ ഫ്രീലാൻസർ എന്നുള്ളതൊക്കെയാണ് 27 കണക്റ്റ് എനിക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ ജനറൽ പ്രൊഫൈൽ വേണ്ട, വീഡിയോ എഡിറ്റിംഗ് പ്രൊഫൈൽ വെച്ച്, അതായത് നമുക്കൊരു 2 സ്പെഷ്യലൈസ്ഡ് പ്രൊഫൈൽ ഉണ്ടാക്കാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മുടെ ഒരു ജനറൽ പ്രൊഫൈൽ ഉണ്ടാക്കാം, പിന്നെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത, അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റിങ്ങിലും വീഡിയോ പ്രൊഡക്ഷനിലാണ് സ്പെഷ്യലൈസ് ചെയ്തേക്കണം, ക്രിയേറ്റീവ് വീഡിയോ എഡിറ്റിംഗ്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു 2 പ്രൊഫൈൽ, സ്പെഷ്യലൈസ്ഡ് പ്രൊഫൈൽ ഉണ്ടാക്കാനുള്ള കാര്യം നമുക്ക് അപ്വർക്കിൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ 2 എണ്ണമാണ്. ഒന്ന് വീഡിയോ എഡിറ്റിങ്ങിലുള്ള സ്പെഷ്യലൈസേഷൻ, ഒന്ന് വീഡിയോ പ്രൊഡക്ഷനിലുള്ള സ്പെഷ്യലൈസേഷൻ. വീഡിയോ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ വീഡിയോസ് ഉണ്ടാക്കുന്നത്, കുറേ വീഡിയോസ് തന്നെ, ഇപ്പോൾ ആനിമേഷൻ വീഡിയോസ് ഇങ്ങനത്തെ നമ്മൾ തന്നെ ഉണ്ടാക്കും പലതും. വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ള ഒരു പ്രൊജക്റ്റ്, കിട്ടിയ വർക്കുകൾ, അതിൻ്റെയൊക്കെ വീഡിയോ എഡിറ്റിംഗ് മാത്രം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു സ്പെഷ്യലൈസേഷൻ. അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോനെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ വീഡിയോ എഡിറ്റിംഗ് എന്നുള്ള ഒരു സെക്ഷനാണ് കൊടുത്തേക്കണത്.
അപ്പോൾ ഇവിടെ ഇവർ ചോദിക്കുന്നുണ്ട് മൈൽ സ്റ്റോൺ ആണോ പ്രൊജക്റ്റ് ആണോ എന്ന് ചോദിക്കുന്നത്. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്രൊജക്റ്റായിട്ട്, കാരണം ഇതൊരു ഡെമോ വർക്കായിരിക്കും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവും. ഇതൊരു ത്രൂ ഔട്ട് വർക്കല്ല. അവരവിടെ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ചെയ്തിട്ട് ഒരു സാമ്പിൾ വർക്ക് പോലെ ചെയ്തിട്ട് എന്നിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ അവരതൊരു സാമ്പിൾ വർക്കിന് വേണ്ടിയിട്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ $50 ഇട്ടേക്കണത്. അപ്പോൾ അത് നോക്കാം. 10% ഫ്രീലാൻസ് സർവീസ് ഫീ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള $45 നമുക്ക് കയ്യിലേക്ക് കിട്ടുള്ളൂ. അത് ഈ 10% ഫ്രീലാൻസ് സർവീസ് ഫീ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ കുറേ വർഷം ആയതുള്ളത് കൊണ്ടും നല്ല ടോപ്പ് റേറ്ററിൽ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ. സാധാരണ ഒരു പുതിയ ആൾ വരുമ്പോൾ 20% കേട്ടോ. $100 ആണെങ്കിൽ $80 ആ വ്യക്തിക്ക് കിട്ടുള്ളൂ. ഇത് ഡ്യൂറേഷൻ 1 to 3 months അങ്ങനെയൊക്കെ ഇടാം. അത് നമ്മൾ ആ ഒരു ജോബിന് അനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ അത് ഇടുക. എന്നിട്ട് ഇവിടെ ഇത് കൊടുക്കുക. യുവർ ഫസ്റ്റ് ഫ്യൂ ടിപ്സ് ഓൾറെഡി ചെക്ക് ദം ഔട്ട്. അപ്വർക്ക് മൈൻഡ്ഫുൾ AI. അപ്പോൾ ബീറ്റ ഫീച്ചർ പവേഡ് ബൈ ഉമ അപ്വർക്ക് മൈൻഡ്ഫുൾ AI എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ഡെവലപ്മെൻ്റ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഉമയെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അത് നോക്കാം എങ്ങനെയാണ് ഉമ വർക്ക് ചെയ്യണമെന്നുള്ളത്. നമ്മൾ ഒരു പ്രപ്പോസൽ ഇട്ട് കൊടുത്തിട്ട് അത് ഒന്നും കൂടിയും കോമ്പറ്റീറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് ഉമ മാറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടിയും നമുക്കിവിടെ ലേൺ മോറിൽ കൊടുത്തിട്ട് ഒന്ന് വായിച്ച് നോക്കാം. ആ ടിപ്സ് നമ്മളവിടെ കൊടുത്തപ്പോൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ വേണ്ട ഹിയർ ഈസ് സം ഇൻസ്പിറേഷൻ. യു ക്യാൻ ചൂസ് ദ ടിപ്സ് ദാറ്റ് ആർ മോസ്റ്റ് ഹെൽപ്ഫുൾ ടു യു. അപ്പോൾ എന്താണ് ഒരു 6 കാര്യങ്ങൾ അവർ പറഞ്ഞേക്കണം. അതിൽ ടിപ്പ് 1, കൺസിഡർ ആഡിങ് വർക്ക് സാമ്പിൾസ് ഓർ പോർട്ട്ഫോളിയോ ലിങ്ക്സ് ടു ഷോക്കേസ് യുവർ പാസ്റ്റ് വീഡിയോ എഡിറ്റിംഗ് പ്രോജക്ട്സ്. മുൻപത്തെ വീഡിയോ എഡിറ്റിംഗ് പ്രോജക്ട്സ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക്സ് ഇട്ട് കൊടുക്കാനാണ് പറയണത്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള വർക്കുകൾ ഇട്ട് കൊടുക്കുക. ഇതിനെ നമ്മൾ ഓൾറെഡി ഞാൻ എൻ്റെ എല്ലാ ലിങ്ക്സുകളും എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഒന്നും കൂടി എടുത്തിട്ട് ChatGPT എടുത്തിട്ട് ChatGPT ഒന്ന് കൊണ്ടുവരുന്നു, അവിടെ നിന്ന് പേസ്റ്റ് ചെയ്യണു. അതിന് ശേഷം വീണ്ടും ഇവർ പറഞ്ഞിട്ടുള്ള കാര്യം എൻഷുവർ ടു മാച്ച് ദ ടോൺ ഓഫ് യുവർ കവർ ലെറ്റർ ടു ദ കാഷ്വൽ ആൻഡ് പേഴ്സണൽ സ്റ്റൈൽ. അപ്പോൾ അതൊന്നും കൂടിയും ChatGPT ഒന്ന് അതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറയണം. അപ്പോൾ റീറൈറ്റ്, അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് റീറൈറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഒന്ന് കൊടുത്തേക്കാണ്. അപ്പോൾ വീണ്ടും ഇതൊന്ന് റീറൈറ്റ് ചെയ്യും. വേണ്ട അത് അതിൻ്റെ ഒരു സ്റ്റൈലും പേഴ്സണൽ ടച്ചുകളൊക്കെ ഒന്നും കൂടിയും മാറി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അത് മാറ്റി അത് ഞാൻ കൊണ്ടുവരികയാണ്. ഞാനല്ല, ChatGPT കൊണ്ടുവരികയാണ്. പേഴ്സണൽ ടച്ചിലേക്ക് അത് കൊണ്ടുവന്നു. ലിങ്ക്സുകളൊക്കെ ഇതേപോലെ ആക്കി കണ്ടോ, പേര് എഴുതിയിട്ട് അതിൽ ലിങ്ക് കൊടുത്തേക്കാണ്, അപ്വർക്ക് പ്രൊഫൈൽ. അപ്പോൾ ഈ സാധനത്തിനെ വീണ്ടും ഞാൻ കോപ്പി ചെയ്തിട്ട് വീണ്ടും ഇവിടെ സബ്മിറ്റ് കൊടുക്കുകയാണ്, റീറൈറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ അങ്ങനെ കൊടുത്തപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ലിങ്കുകളൊക്കെ മാറിപ്പോയി. ലിങ്കുകളൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആ ലിങ്കുകൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചെയ്യേണ്ടത് ഏതൊക്കെയാണോ നമ്മൾ ലിങ്കുകൾ എടുത്തിട്ടുള്ളത് അത് വീണ്ടും ഒന്നും കൂടി കോപ്പി ചെയ്തിട്ട് അത് അതേപോലെ ഇപ്പോൾ എനിക്ക് വയർ സ്റ്റോക്കിലത്തെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തു, അത് വേണ്ട അവിടെ ഒന്ന് കൊടുത്തു വയർ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ, പിന്നെ ക്യൂസ് ഷോർട്ട് വീഡിയോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. ഞാനൊരു പെർ ഡേ ബേസിസിലാണ് അവേഴ്സ് അവിടെ പറഞ്ഞിരുന്നത്, പക്ഷെ അതല്ല എന്നാണ് ഉമ പറയുന്നത്. ഉമയിൽ പറയുന്നത് പ്രപ്പോസൽ ഐ ക്യാൻ ഡെഡിക്കേറ്റ് അപ് ടു 30 hours പെർ വീക്ക്. ഒരു വീക്കിൽ ഒരു ആഴ്ചയിൽ എത്ര മണിക്കൂർ ആ വർക്കിന് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റും എന്നാണ് അവർ ചോദിച്ചേക്കണേ. അപ്പോൾ അതാണ് ഞാനിവിടെ 30 മണിക്കൂർ ഒരാഴ്ചയിൽ എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മാക്സിമം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പ്രൊഫൈൽ അതൊന്നും കൂടി ഇവിടെ കയറ്റിയിടാം. അപ്പോൾ ഇത്രയാണ് കൊടുത്തേക്കണത്. ഇനി മോർ ടിപ്സ് വേണമെങ്കിൽ ഗെറ്റ് മോർ ടിപ്സ് റിവ്യൂവിങ് യുവർ കവർ ലെറ്റർ, അഗെയിൻ റിവ്യൂവിങ് അവർ കവർ ലെറ്റർ. അപ്പോൾ വീണ്ടും ഒരു 5 ടിപ്സായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട് ഒരു ടിപ്സുകൾ. പിന്നെ അടുത്ത ടിപ്സുകൾ എടുത്ത് നോക്കിയപ്പോൾ അത്രയ്ക്കും കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല.
അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എഴുതിയ സ്ഥിതിക്ക് എന്നാൽ ഇതിട്ട് നോക്കാം. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. പിന്നെ ഒരു അപ്വർക്ക് ജോബ് നമുക്ക് ഒരു പ്രൊജക്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അയാളുടെ പോർട്ട്ഫോളിയോ പ്രൊജക്റ്റ് കൊടുക്കാം. അപ്പോൾ പോർട്ട്ഫോളിയോ പ്രൊജക്റ്റിൽ നമുക്ക് നല്ല ഏതെങ്കിലും പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഈ 3 എണ്ണത്തിനും കൂടിയിട്ട് 4 എണ്ണം പറ്റുള്ളൂ. 4 ഹൈലൈറ്റ് ഇടാനേ പറ്റൂ. അത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പിന്നെ അടുത്ത ബിഡിലേക്കാണ് വരുന്നത്. ബിഡിൽ ലൈവ് പ്രപ്പോസലിൽ ഫസ്റ്റ് പ്ലേസ് 9 കണക്റ്റാണ് നിൽക്കുന്നത്. 9 കണക്റ്റ്. അതായത് ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ കാരണം വലിയ കുഴപ്പമില്ല. ബിഗിനിങ് തന്നെ കയറിയിട്ട് കുറേ ബിഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ഔട്ട് ബിഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്ലേസിലേക്ക് വന്നിട്ടുള്ള 9 കണക്റ്റുള്ളൂ, കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു 11 കണക്റ്റ് ബിഡ് ഇട്ട് കൊടുക്കാം. സെറ്റ് എ ബിഡ്. വേറെ ഒറ്റാളും നോ ബിഡാണ് വന്നേക്കണം. നമ്മളിവിടെ എനിക്ക് 18 കണക്റ്റേ ബാക്കിയുള്ളൂ. ഒരു 11 കണക്റ്റ് ബിഡാക്കിയിട്ട് കൊടുക്കാം. 10ഉം 11. അപ്പോൾ ഫസ്റ്റ് പ്ലേസിൽ നിൽക്കുന്ന തരത്തിലേക്ക് വന്നു. ഈ ബിഡിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ആകുമ്പോൾ 8 കണക്റ്റിലാണ് പോവുക. ഈ ബിഡിൽ കണക്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് പ്ലേസിൽ വന്നു. ഇപ്പോൾ ഫസ്റ്റ് നിന്നിരുന്ന ആൾ സെക്കൻഡിലേക്ക് പോയി. നേരത്തെ ഫസ്റ്റ് നിന്നിരുന്ന ആൾ സെക്കൻഡിലേക്ക് പോയി. അപ്പോൾ സെൻഡ് ഫോർ ചിലപ്പോൾ വേറെ ആൾക്കാർ അതിനേക്കാളും കൂടുതൽ കണക്ട് ഇട്ട് കൊടുത്താൽ ഞാൻ വീണ്ടും അടിയിലേക്ക് വരും കേട്ടോ. സെൻഡ് ഫോർ 11 കണക്റ്റ് അത് അയച്ചു കഴിഞ്ഞു. ത്രിങ്സ് നോ ഓക്കെ ഉണ്ടോ. അപ്പോൾ ഈ പ്രപ്പോസൽ ഓൾറെഡി അയച്ചു. ക്രിയേറ്റീവ് വീഡിയോ എഡിറ്ററിൻ്റെ പ്രപ്പോസൽ സബ്മിറ്റഡ്. അപ്പോൾ മാക്സിമം എനിക്ക് പറ്റുന്ന വിധത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ ലിങ്കുകളും ആക്റ്റീവാണ് ഇവിടെ. പിന്നെ ഉള്ളത് ക്ലയൻറ്റ് വായിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ അവർ നമുക്കൊരു മെസ്സേജ് ഇടും. മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ അവർ ഇനി മെസ്സേജ് ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള വീഡിയോ ലൈവായിട്ട് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അതുവരേക്കും ബൈ.